ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. സോൾവ് ദ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം എക്സ് വൈ ഡാഷ് പ്ലസ് വൈ പ്ലസ് 3x⁴ cos സ്ക്വയർ വൈ ബൈ എക്സ് വൈ ഓഫ് 1 = 0. ശ്രദ്ധിക്കുക, ഇവിടെ വൈ ബൈ എക്സ് എന്ന് തരുമ്പോഴേ നിങ്ങൾ മനസ്സിലാക്കണം അത് ഹോമോജീനിയസ് ആയിരിക്കും. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എക്സ് കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. എക്സ് കൊണ്ട് നിങ്ങളൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് വൈ ബൈ എക്സ് വരും. 3x³ cos സ്ക്വയർ വൈ ബൈ എക്സ്. അപ്പോൾ ഫുള്ള് വൈ ഡാഷ് ഈക്വൽ ടു വൈ ബൈ എക്സിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം നിങ്ങൾക്കറിയാം. y ഈക്വൽ ടു നമ്മൾ വി എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെർഫോർ വൈ ഡാഷ് ഈക്വൽ ടു വി പ്ലസ് എക്സ് വി ഡാഷ്, ദാറ്റ് ഈസ് ഡി വി ബൈ ഡി എക്സ്. അങ്ങനെയാണ് കൊടുക്കുക. അപ്പോൾ ഇവിടെ കൊടുക്കുമ്പോൾ എക്സ് ഇൻറ്റു വൈ ഡാഷിന് പകരം വി പ്ലസ് എക്സ് വി ഡാഷ് ഈക്വൽ ടു വൈ പ്ലസ് വൈക്ക് പകരം നമ്മൾ വി എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വി എക്സ് പ്ലസ് 3x⁴ cos സ്ക്വയർ വി എക്സ് ബൈ എക്സ്, ദെർഫോർ cos സ്ക്വയർ വി എന്ന് വരും. വൈക്ക് വി എക്സ് കൊടുക്കുമ്പോൾ എക്സ് എക്സുമ്പോൾ cos സ്ക്വയർ വി, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് ചെയ്യാവുന്ന കാര്യം എക്സ് മൊത്തത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് പോകും. ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ ഒരു എക്സ് ഉണ്ട്. ദെർഫോർ വി പ്ലസ് എക്സ് വി ഡാഷ് ഈക്വൽ ടു വി പ്ലസ് 3x³ cos സ്ക്വയർ വി. ശരിയാണല്ലോ? ദാറ്റ് ഈസ് ഈക്വൽ ടു വിയും വിയും കട്ട് ചെയ്ത് പോകും. എക്സ് വി ഡാഷ് ഈക്വൽ ടു 3x³ cos സ്ക്വയർ വി. ഇപ്പം തന്നെ അത് വേരിയബിൾ സെപ്പറബിൾ ആയി കഴിഞ്ഞു. ഒരു എക്സ് കൂടെ ഡിവൈഡ് ചെയ്ത് കളയാം. വി ഡാഷ് ഈക്വൽ ടു 3x² cos സ്ക്വയർ വി. ദെർഫോർ ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു 3x² cos സ്ക്വയർ വി. നമ്മൾ വേരിയബിൾ സെപ്പറബിൾ ആയി ചെയ്യുമ്പോൾ ഡി വി ബൈ cos സ്ക്വയർ വി ഈക്വൽ ടു 3x² dx. That is equal to sec² v dv equal to 3x² dx. നമുക്ക് രണ്ട് സൈഡും ഇൻ്റഗ്രേഷൻ കൊടുക്കാം. ഇൻ്റഗ്രൽ കൊടുക്കുമ്പോൾ sec² വിയുടെ ഇൻ്റഗ്രേഷൻ tan v ഈക്വൽ ടു 3x³ ബൈ 3 പ്ലസ് സി. 3യും 3യും കട്ട് ചെയ്ത് പോകുന്നു. ദെർഫോർ tan vക്ക് പകരം y ബൈ എക്സ് ഈക്വൽ ടു x³ പ്ലസ്. ഇനി നമ്മൾക്ക് ഇതാണ് നമ്മളുടെ ജനറൽ സൊല്യൂഷൻ. ഇതിന് പർട്ടിക്കുലർ സൊല്യൂഷൻ കാണുന്നതിന് അല്ലെങ്കിൽ ഇനിഷ്യൽ വാല്യൂ കൊടുക്കുന്നതിന് എക്സ് 1 ആകുമ്പോൾ y 0 എന്ന് പറയുന്നു. ദെർഫോർ tan 0/1 ഈക്വൽ ടു 1³ പ്ലസ് സി. tan 0/1 is tan 0. tan 0 is 0. Therefore 0 equal to 1 plus c which is equal to c equal to -1 എന്ന് കിട്ടും. c -1. Therefore c നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മളുടെ പർട്ടിക്കുലർ സൊല്യൂഷൻ ആകും tan y by x equal to x³ - 1. This is the final solution for homogeneous equation. രണ്ട് കണക്കേ ചെയ്യുന്നുള്ളൂ, കാരണം നിങ്ങൾക്ക് ഇത് അറിയാവുന്നതാണെന്നുള്ളത് കൊണ്ട് ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റിലുണ്ട്. ചെയ്യുക, സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം. ശ്രദ്ധിച്ചോളുക. അടുത്തത് തൊട്ട് നമ്മൾ പുതിയതായി പഠിക്കുന്ന ടോപ്പിക്കുകളാണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ മെയിനായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള പോർഷനാണ് ഇനി പഠിക്കാൻ പോകുന്നത്. മുൻപുള്ളതും ചോദിക്കാം, പക്ഷേ ഇനി 4 മാർക്ക് 15 മാർക്കിലൊക്കെ വരാൻ സാധ്യതയുള്ള പോർഷൻസാണ്. അപ്പോൾ അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഒരു എക്സാക്ട് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. എന്താണ് ഒരു എക്സാക്ട് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ? നിങ്ങൾ നോക്കൂ, ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് അല്ലേ? ഇതിനെ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ശരിക്കും ഇത് dy/dx ഈക്വൽ ടു -y/x അല്ലെങ്കിൽ +y/x ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ഇക്വേഷനെ അറേഞ്ച് ചെയ്തെടുക്കുമ്പോഴാണ് ഈ രീതിയിലേക്ക് വരുന്നത്. x/dy + y/dx ഈക്വൽ ടു ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ പ്രത്യേകത നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സൊല്യൂഷൻ കാണുന്നതിന് കുറച്ച് എളുപ്പത്തിൽ ചെയ്യാം. കാരണം ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും ഡെറിവേറ്റീവ് ഓഫ് xy ആണ്. xyയുടെ പ്രോഡക്റ്റ് റൂൾ എടുത്താൽ കിട്ടുന്ന സാധനം വിത്ത് റെസ്പെക്ട് ടു x or എന്തോ ആയിക്കോട്ടെ, നമ്മളിപ്പോൾ ഡിഫറൻഷ്യലാണ് പറയുന്നത്. ഡിഫറൻഷ്യൽ ഓഫ് അപ്പോൾ ഡിഫറൻഷ്യൽ ഓഫ് xy എന്ന് പറഞ്ഞാൽ x ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് y പ്ലസ് y ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് x. അപ്പോൾ ഇത് പ്രോഡക്റ്റ് റൂളാണ്, കണ്ടില്ലേ? x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് y പ്ലസ് y ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് x ഈക്വൽ ടു 0 എന്നാണ്, കണ്ടല്ലോ. ഇനി നിങ്ങൾ രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇതിനെ എനിക്ക് xy ഈക്വൽ ടു c എന്ന് എഴുതാം. ശരിയാണല്ലോ, കാരണം xyയുടെ ഡെറിവേറ്റീവ് ആണ് d ഓഫ് xy, കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0, xy ഈക്വൽ ടു 0. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇക്വേഷനിൽ നിന്ന് ഡയറക്റ്റ് സൊല്യൂഷനായി. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? ഈ ആളെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഈ പോർഷനെ നമ്മൾക്ക് d ഓഫ് xy എന്ന് എഴുതാൻ പറ്റി, ഒരു എക്സാക്ട് ഡിഫറൻഷ്യലായി എഴുതാൻ പറ്റി എന്നുള്ളതാണ് അർത്ഥം. ഇതിനെ ഒരു എക്സാക്ട് ഡിഫറൻഷ്യലായി എഴുതാൻ പറ്റിയത് കൊണ്ടാണ് ഈ ഇക്വേഷനെ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. എല്ലാ ഇക്വേഷനും അങ്ങനെ വരണമെന്നില്ല. ഇപ്പോൾ ഇവിടെ y² ആയിരുന്നു നോക്കുക, ഒരിക്കലും നമുക്ക് ഇങ്ങനെ എഴുതാൻ കഴിയില്ല. അപ്പം ഏത് ഇക്വേഷനാണോ നമ്മൾക്ക് ഒറ്റയടിക്ക് ഇതിനെ എക്സാക്ട് ഡിഫറൻഷ്യലായി എഴുതാൻ കഴിയുന്നത്, ആ ഇക്വേഷനെയാണ് നമ്മൾ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുക.
ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ സൊല്യൂഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. എക്സ് വൈ ഈക്വൽ ടു സി. ഇതിനെ ഞാൻ ജനറലായി പറയുമ്പോൾ യു ഓഫ് എക്സ് വൈ, ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ, യു ഓഫ് എക്സ് വൈ ഈക്വൽ ടു സി ആണെങ്കിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് ഡി യു ഈക്വൽ ടു 0 ആകും. ശരിയല്ലേ? ഡി യു ഈക്വൽ ടു 0. ഇനി ഡി യു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാർഷ്യൽ ഡെറിവേറ്റീവ് പഠിച്ചിട്ടുണ്ട്. യു എക്സ് വൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, യു എക്സ് കോമ വൈ മൾട്ടിപ്പിൾ ഫംഗ്ഷൻ ആണെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ ഡെറിവേറ്റീവ് ഡി യു എന്ന് പറഞ്ഞാൽ ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡോ യു ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ എന്നാണ്. ഇത് ടോട്ടൽ ഡിഫറൻഷ്യലാണ് വരിക, ടോട്ടൽ ഡിഫറൻഷ്യൽ. അപ്പോൾ ഈ ടോട്ടൽ ഡിഫറൻഷ്യൽ ഡി യു എന്ന് പറഞ്ഞാൽ ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡോ യു ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ. കാരണം യു എന്ന് പറയുന്നത് എക്സിലും വൈയിലുമാണുള്ളത്. ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. ഇതിനെ നിങ്ങൾ ഒന്ന് ജനറലായി എഴുതിയാൽ ഞാൻ പറയുന്നു എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽ ടു 0. അപ്പോൾ എം എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഡോ യു ബൈ ഡോ എക്സ്. എൻ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഡോ യു ബൈ ഡോ വൈ. എം എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? ഡോ യു ബൈ ഡോ എക്സ്. എൻ എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? ഡോ യു ബൈ ഡോ വൈ. ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ ഇതിനെ ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റുമ്പോൾ എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ എന്ന് വരും. അപ്പം ഇവിടെ നിന്നും ഇതിലേക്ക് പോകുന്നു, ഇതിൽ നിന്ന് തിരിച്ചു പോകുന്നു. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എം ഡി വൈ പ്ലസ് എൻ ഡി എക്സ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ എന്ന് പറയുന്ന ഇക്വേഷനിൽ നിന്നും ഒറ്റയടിക്ക് സൊല്യൂഷനിലേക്ക് എത്തി. അപ്പം അങ്ങനെ എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മൾ എക്സാക്ട് ഡിഫറൻഷ്യൽ എന്ന് വിളിക്കുന്നു. എപ്പോൾ? if the left side portion mdx plus ndy, this portion is an exact differential. അതൊരു എക്സാക്ട് ഡിഫറൻഷ്യൽ ആയി മാറുമ്പോൾ അതിനെ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ തരുന്ന സമയത്ത് ഇതിപ്പോൾ വളരെ എളുപ്പമാണ്, ഡി ഓഫ് എക്സ് വൈ എന്ന് എഴുതാം. അതുകൊണ്ടാണ് കാണാൻ പറ്റിയത്. ആ സമയം ചില സമയത്ത് ചില വിയേർഡ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് തരുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ തന്നെ എഴുതാൻ കഴിയണമെന്നില്ല, മനസ്സിലാവണമെന്നില്ല. അങ്ങനെ വരുമ്പം എക്സാക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ വേറൊരു കാര്യം പറയുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, എം ഡോ യു ബൈ ഡോ എക്സ് ആണ്, എൻ ഡോ യു ബൈ ഡോ വൈ ആണ്. എമ്മും എന്നും ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവുകൾ ഉള്ളവരാണ്, അവർ കണ്ടിന്യൂസ് ആണ്. അവർക്ക് സെക്കൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് റീജിയനിലെങ്കിൽ നിങ്ങൾ എമ്മിനെ വിത്ത് റെസ്പെക്ട് ടു വൈ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഡോ എം ബൈ ഡോ വൈ എടുത്താൽ, വിത്ത് റെസ്പെക്ട് വൈ എടുത്താൽ ഇത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവായി മാറും. ഡോ സ്ക്വയർ യു ഡോ വൈ ഡോ എക്സ് എന്നായി മാറും. ശരിയല്ലേ? ഇതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ, രണ്ട് സൈഡും വിത്ത് റെസ്പെക്ട് ടു വൈ എടുത്തു. അതേപോലെ എന്നിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് രണ്ട് സൈഡും എടുക്കുക. ഡോ എൻ ബൈ ഡോ എക്സ് ഈക്വൽ ടു, അവിടെ ചെയ്യുമ്പം അത് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ വൈ എന്നാവും. ആണല്ലോ? അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? ഈ സെക്കൻഡ് ഓർഡർ മിക്സഡ് പാർഷ്യൽ ഡെറിവേറ്റീവുകൾ ഈക്വൽ ആണ്. എപ്പോൾ? എമ്മും എന്നും കണ്ടിന്യൂസ് ആണെങ്കിൽ, അല്ലെങ്കിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആണെങ്കിൽ, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ അവ ഈക്വൽ ആണ്. അപ്പം ഭൂരിഭാഗം ഫംഗ്ഷനുകളിലും അത് ഈക്വൽ ആയിരിക്കും. അപ്പം ഇത് രണ്ടും ഈക്വലായി മാറും എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ഡോ എം ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ് എന്നല്ലേ? ഡോ എം ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ്. ഇങ്ങനെ ഈക്വൽ ആവുകയാണെങ്കിൽ മാത്രമേ, അതായത് ഇത് രണ്ടും തുല്യമാവണം. അത് രണ്ടും തുല്യമാകുന്നത് ഇങ്ങനെ വരുമ്പോഴാണ്. അപ്പം ഇത് രണ്ടും ഈക്വൽ ആവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് തരുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്റ്റ് ആണ് എന്ന് പറയാൻ പറ്റൂ. അപ്പം നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തരുമ്പോൾ അതിൻ്റെ ഡോ എം ബൈ ഡോ വൈയും ഡോ എൻ ബൈ ഡോ എക്സും കണ്ടുപിടിക്കുമ്പോൾ ഈക്വൽ ആയിരിക്കണം. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇത് തിരിഞ്ഞു പോകരുത്. പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് തിരിഞ്ഞു പോകും. അതുകൊണ്ട് ഡോ എം ബൈ ഡോ വൈയെ മൈ എക്സാക്റ്റ് എന്നോ എം വൈ എന്നുള്ള രീതിയിൽ മൈ എക്സാക്റ്റ് അങ്ങനെയാണ് ഓർത്ത് വെക്കുക, ഇല്ലെങ്കിൽ തിരിഞ്ഞു പോകും. അപ്പോൾ ശ്രദ്ധിക്കുക, എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ എന്ന് തരുമ്പോൾ ഡി എക്സിൻ്റെ കൂടെ ഉള്ളതാണ് എം, ഡി വൈയുടെ കൂടെ ഉള്ളതാണ് എൻ. ഡോ എം ബൈ ഡോ വൈയും ഡോ എൻ ബൈ ഡോ എക്സും എടുത്ത് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എക്സാക്റ്റ് എന്ന് പറയാം. എന്തോ നമുക്ക് ഈ ഇക്വേഷൻ തന്നെ അതിൽ നിന്ന് എം നിങ്ങൾ എടുത്ത് എഴുതിയാൽ ഡി എക്സിൻ്റെ കൂടെ ഉള്ളതാണ് വൈ, അതാണ് എം. എൻ ഡി വൈയുടെ കൂടെ ഉള്ളതാണ് എക്സ്. നിങ്ങൾ ഡോ എം ബൈ ഡോ വൈ എടുക്കുന്നു, നിങ്ങൾക്ക് 1 കിട്ടും. ഡോ എൻ ബൈ ഡോ എക്സ് എടുക്കുന്നു, നിങ്ങൾക്ക് 1 കിട്ടും. നോക്കൂ, രണ്ടും 1 ആണ്. അതുകൊണ്ട് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്റ്റ് ആണ്. എക്സാക്റ്റ് ആണ്, നമ്മൾ ഡയറക്റ്റ് എഴുതി കിട്ടി എക്സാക്റ്റ് ആണ്. അപ്പോൾ അങ്ങനെയാണ് എക്സാക്റ്റ് എന്ന് തെളിയിക്കുന്നത്. അങ്ങനെ എക്സാക്റ്റ് ആണെങ്കിൽ അത് എങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ളത് രണ്ടാമത്തെ പാർട്ടാണ്. അത് കണക്ക് ചെയ്യുമ്പോൾ പറയുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, എം എന്ന് പറഞ്ഞാൽ ഡോ യു ബൈ ഡോ എക്സ് ആണ്, എൻ എന്ന് പറഞ്ഞാൽ ഡോ യു ബൈ ഡോ വൈ ആണ്. എക്സാക്റ്റ് ആണെന്ന് തെളിയിക്കാൻ ഡോ എം ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ് എന്നാണ് എടുക്കേണ്ടത്. ഡോ എം ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ് ആണെങ്കിൽ അത് എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും. ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ചെക്ക് വെദർ ദിസ് ഇക്വേഷൻ കോസ് എക്സ് പ്ലസ് വൈ ഡി എക്സ് പ്ലസ് 3y സ്ക്വയർ പ്ലസ് 2y പ്ലസ് കോസ് എക്സ് പ്ലസ് വൈ ഡി വൈ ഈക്വൽ ടു 0 ഈസ് എക്സാക്ട് ആൻഡ് ഓൾസോ ഫൈൻഡ് ദ സൊല്യൂഷൻ. അപ്പോൾ ഇത് എക്സാക്റ്റ് ആണോ എന്നാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എക്സാക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്കറിയാം ഡി എക്സിൻ്റെ കൂടെ ഉള്ള ആളാണ് ക്യാപിറ്റൽ എം, കോസ് എക്സ് പ്ലസ് വൈ. ഡി വൈയുടെ കൂടെ ഉള്ളതാണ് ക്യാപിറ്റൽ എൻ, 3y സ്ക്വയർ പ്ലസ് 2y പ്ലസ് കോസ് എക്സ് പ്ലസ് വൈ.
ശ്രദ്ധിക്കുക, ഇവിടെ മൈനസ് ആണ് നടുക്കുള്ളതെങ്കിൽ n എഴുതുമ്പോൾ മൈനസ് കൂടെ ചേർത്ത് വേണം എഴുതാൻ, അത് വിട്ടുപോകരുത്. എം ഡി എക്സ് പ്ലസ് എൻ ഡി എന്നാണ് ജനറൽ, മൈനസ് ആയാൽ മൈനസ് എടുക്കാം. ഇനി എം ആണ്, ഞാൻ പറഞ്ഞല്ലോ മൈ എക്സ് അറ്റ് എം വൈ, അപ്പോൾ ഡോ എം ബൈ ഡോ വൈ കാണുക. കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് പ്ലസ് വൈ ഇൻറ്റു വൈയുടേത് 1 ആണ്, അപ്പോൾ കറക്റ്റാണ്. അടുത്തത് ഡോ എൻ ബൈ ഡോ എക്സ് കാണുക. 3y² കോൺസ്റ്റൻറ്റ് വിത്ത് റെസ്പെക്ട് എക്സ് അല്ലേ, 0, ഇത് 0, കോസിൻ്റെത് മൈനസ് സൈൻ എക്സ് പ്ലസ് വൈ. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഡോ എം ബൈ ഡോ വൈയും ഡോ എൻ ബൈ ഡോ എക്സും ഈക്വൽ ആണ്. Therefore, ഡോ എം ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ് ഇംപ്ലൈസ് ODE ഈസ് എക്സാക്ട്. ODE ഈസ് എക്സാക്ട്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്? എക്സാക്റ്റ് ആണ്. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്നുള്ളതാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. നമുക്കറിയാം, അങ്ങനെ എക്സാക്റ്റ് ആണെങ്കിൽ നമ്മൾ ഡി യു ഈക്വൽ ടു 0 എന്നാണല്ലോ വരുന്നത്. അപ്പോൾ യു ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. യു ആയിരുന്നു, യു ഓഫ് എക്സ് വൈ ആണല്ലോ സൊല്യൂഷൻ. അപ്പോൾ ഞാനിവിടെ എഴുതുന്നു therefore യു ഈക്വൽ ടു, ശ്രദ്ധിക്കുക സൊല്യൂഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, യു ഈക്വൽ ടു ഇൻ്റഗ്രൽ എം ഡി എക്സ് പ്ലസ് കെ ഓഫ് വൈ. കാരണം എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈയിൽ വരുന്ന ആൾ കോൺസ്റ്റന്റ് എന്നുള്ള അർത്ഥത്തിലാണ് എഴുതുന്നത്. ഇങ്ങനെ തന്നെ ചെയ്ത് ശരിക്കും, ഇതാണ് എളുപ്പം. ഇൻ്റഗ്രൽ എം ഡി എക്സ് പ്ലസ് കെ വൈ ദാറ്റ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എം എന്താണ്, കോസ് എക്സ് പ്ലസ് വൈ ഡി എക്സ് പ്ലസ് കെ ഓഫ് വൈ. കോസിൻ്റെ ഇൻ്റഗ്രേഷൻ സൈൻ ആണ്, സൈൻ എക്സ് പ്ലസ് വൈ പ്ലസ് കെ ഓഫ് വൈ. ഇതാണ് യു. ഇനി ചെയ്യാൻ പോകുന്നത്, കോൺസ്റ്റന്റ് വൈയിലാണല്ലോ കിടക്കുന്നത്. കോൺസ്റ്റന്റ് നിങ്ങൾ ഡി എക്സിനെ എമ്മിനെ ആണല്ലോ ഉപയോഗിച്ചത്, ഡി എക്സ് ആണല്ലോ ഇൻ്റഗ്രേറ്റ് ചെയ്തത്, കോൺസ്റ്റന്റ് വൈയിലാണ്. അപ്പോൾ കോൺസ്റ്റന്റ് വൈയിലാണെങ്കിൽ അതേ വൈ കൊണ്ട് നിങ്ങൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ കോൺസ്റ്റന്റ് ഏത് വേരിയബിളിലാണോ ആ വേരിയബിൾ കൊണ്ട് വേണം ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ. അപ്പോൾ എന്താ വരിക, ഡോ യു ബൈ ഡോ വൈ. കാരണം ഇവിടെ എക്സും വൈ ഉണ്ട്, മൾട്ടിപ്പിൾ അല്ലേ. ഡോ യു ബൈ ഡോ വൈ എടുക്കുമ്പോൾ സൈൻ്റെത് കോസ് എക്സ് പ്ലസ് വൈ പ്ലസ് കെ ഡാഷ് വൈ. കാരണം കെ ഫംഗ്ഷൻ വൈ ആണ്, വിത്ത് റെസ്പെക്ട് വൈ ചെല്ലുമ്പോൾ കെ ഓഫ് വൈയുടെ ഡെറിവേറ്റീവ് കെ ഡാഷ് വൈ ആവും. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുക്കുന്നു. അപ്പോൾ കോൺസ്റ്റന്റ് എന്താണോ ആ വേരിയബിളിലാണ് വിത്ത് റെസ്പെക്ട് ഡെറിവേറ്റീവ് എടുത്തിരിക്കുന്നത്, ശ്രദ്ധിക്കാം. ഇനി നമ്മൾ എക്സാക്റ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. എക്സാക്റ്റ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എൻ ആണ് ഡോ യു ബൈ ഡോ വൈ എന്ന്, ഓർക്കുന്നുണ്ടല്ലോ. എൻ ആണ് ഡോ യു ബൈ ഡോ വൈ. ഞാൻ എക്സാക്റ്റ് പറഞ്ഞതാണ് എം ഡോ യു ബൈ ഡോ എക്സും എൻ ഡോ യു ബൈ ഡോ വൈയുമാണ്. അപ്പോൾ ഇവിടെ ഡോ യു ബൈ ഡോ വൈ ഓൾറെഡി നിങ്ങൾക്ക് കിട്ടി, അതിനെ അവിടെ കൊടുക്കുന്നു. അപ്പോൾ എന്താ വരിക, എൻ ഈക്വൽ ടു കോസ് എക്സ് പ്ലസ് വൈ പ്ലസ് കെ ഡാഷ് വൈ. ശരിയാണല്ലോ. നിങ്ങൾ 1 എന്ന് ഇവിടെ, അപ്പം 1 എന്ന് എടുക്കണമെന്നില്ല, 1 എന്ന് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ എൻ ഈക്വൽ ടു കൊടുത്തു. ഇനി എൻ എന്താണ് നമ്മളെ സംബന്ധിച്ച്, എൻ എന്ന് പറയുന്നത് ഈ പോർഷനാണ് എൻ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ എന്താ വരിക, 3y² പ്ലസ് 2y പ്ലസ് കോസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു കോസ് എക്സ് പ്ലസ് വൈ പ്ലസ് കെ ഡാഷ് വൈ. Therefore cos x plus y രണ്ട് സൈഡിലും ക്യാൻസലായി പോകും. cos x plus y രണ്ട് സൈഡിലും ക്യാൻസലായി പോകും, ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിവിടെ യു ഇൻ്റഗ്രൽ എം ഡി എക്സ് കെ വൈ എഴുതി, കോൺസ്റ്റന്റ് വൈ ആയതുകൊണ്ട് വിത്ത് റെസ്പെക്ട് വൈ എടുത്തു. ഡോ യു ബൈ ഡോ വൈ ആയതുകൊണ്ടാണ് എൻ ഈക്വൽ ടു എന്നെടുത്തത്. കാരണം എൻ ഡോ യു ബൈ ഡോ വൈ ആണ് നമ്മൾക്കറിയാം, അല്ലെങ്കിൽ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ എൻ കൊടുത്തു, രണ്ട് സൈഡിലും കട്ട് ചെയ്ത് പോയി. നമ്മൾക്ക് 3y² പ്ലസ് 2y ഈക്വൽ ടു കെ ഡാഷ് വൈ എന്നാണ് വന്നത്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ വൈയിൽ മാത്രമാണ് വേരിയബിൾ ഉള്ളത്. അപ്പോൾ നിങ്ങൾ രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കെ ഓഫ് വൈ കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടെ ഇക്വേഷൻ 1 എന്ന് കൊടുത്തിരുന്നല്ലോ, അപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞിരുന്നു, പക്ഷേ 1 എന്ന് കൊടുത്തുള്ളൂ, അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് കേട്ടോ. 1 വേണ്ടി വരും. അപ്പോൾ 1 കൊടുത്തു, കെ ഡാഷ് വൈ. ഇനി നിങ്ങൾ രണ്ട് സൈഡിലും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും, 3y³ 3 പ്ലസ് 2y² 2 ഈക്വൽ ടു കെ ഓഫ് വൈ പ്ലസ് സി. അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺസ്റ്റന്റ് ഇപ്പുറം കൊടുക്കാം, പ്ലസ് സി ഈക്വൽ ടു കെ ഓഫ് വൈ. കാരണം ഇൻ്റഗ്രേഷൻ ഇപ്പുറം അല്ലേ, പ്ലസ് സി ഈക്വൽ, കാരണം ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. അപ്പോൾ കെ ഡാഷ് വൈ കെ ഓഫ് വൈ ആവും. ഇയാൾ കെ ഓഫ് വൈ നിന്ന് വിത്ത് റെസ്പെക്ട് വൈ ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. കാരണം കെ ഡാഷ് വൈയിൽ നിന്നും കെ വൈ കിട്ടണമെങ്കിൽ ഇൻ്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് വൈ തന്നെ വേണം. അപ്പോൾ ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് വൈ ഇയാളെയും ചെയ്തു, ആൻസർ കിട്ടി. Therefore y³ പ്ലസ് y² പ്ലസ് സി ഈക്വൽ ടു കെ ഓഫ് വൈ. ഇക്വേഷൻ 1 നമുക്ക് യു ആണ് വേണ്ടുന്നത്. അപ്പോൾ ഇവിടെ ഇക്വേഷൻ 1 ഇതിനകത്ത് കൊടുക്കണ്ട, യു എന്നുള്ളതിന് ഇക്വേഷൻ 1 എന്ന് കൊടുക്കുക. യു എന്നുള്ളതിനാണ് ഇക്വേഷൻ 1 കൊടുക്കേണ്ടത്. യു എന്നുള്ളതിന് നമ്മളുടെ സൊല്യൂഷൻ യു ആണ്. അതിൽ കെ ഓഫ് വൈ ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടാഞ്ഞത്. ഇപ്പോൾ നമ്മൾ കെ ഓഫ് വൈ കണ്ടുപിടിച്ചു, y³ പ്ലസ് y² പ്ലസ് സി. Therefore ഇക്വേഷൻ 1 becomes യു കൊടുക്കുമ്പോൾ യു ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് വൈ പ്ലസ് കെ ഓഫ് വൈക്ക് പകരം y³ പ്ലസ് y² പ്ലസ്.
അപ്പോൾ ഇങ്ങനെയാണ് ആ യു എന്ന് പറയുന്ന സൊല്യൂഷനിലേക്ക് നമ്മൾ എക്സാക്ട് ഡിഫറൻഷ്യലിൽ നിന്നും ആ സൊല്യൂഷനിലേക്ക് എത്തിച്ചേരുന്നത്. ശ്രദ്ധിക്കുക. 1-2 കണക്കുകൂടി ചെയ്യാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ചെക്ക് വെദർ ദിസ് ഗിവൺ ഡിഫറൻഷ്യൽ ഈസ് എക്സാക്ട് ആൻഡ് സോൾവ് ഇറ്റ്. അപ്പോൾ നമുക്ക് എം എടുത്തെഴുതാം. ക്യാപിറ്റൽ എം ഈക്വൽ ടു സൈൻ എക്സ് കോസ് വൈ ആൻഡ് ക്യാപിറ്റൽ എൻ ഈക്വൽ ടു കോസ് എക്സ് സൈൻ വൈ. അപ്പോൾ എക്സാക്ട് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ ഡയറക്റ്റ് സോൾവ് എന്ന് ചോദിച്ചാൽ ഇതൊരു വേരിയബിൾ സെപ്പറബിളാണ്, ഇതിനപ്പുറം കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് സുഖമായി ചെയ്യാവുന്നതേ ഉള്ളൂ. ബട്ട് ഇത് എക്സാക്റ്റ് ആണോ എന്ന് തെളിയിക്കണമെന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഡോ എം ബൈ ഡോ വൈ കാണുന്നു ഈക്വൽ ടു സൈൻ എക്സ് കോസിൻ്റെത് മൈനസ് സൈൻ, ദെയർഫോർ സൈൻ എക്സ് സൈൻ വൈ മൈനസ് പുറത്തെഴുതി. ഡോ എൻ ബൈ ഡോ എക്സ് കാണുന്നു കോസ് എക്സിൻ്റെത് മൈനസ് സൈൻ എക്സ്, ദെയർഫോർ മൈനസ് സൈൻ എക്സ് സൈൻ വൈ. രണ്ടും ഈക്വൽ ആണല്ലോ. therefore എന്ത് എഴുതാം? given ODE is exact. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്റ്റ് ആണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സൊല്യൂഷൻ യു എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എം ഡി എക്സ് പ്ലസ് കെ ഡി വൈ കെ ഓഫ് വൈ എന്നാണ് നമ്മൾ എഴുതുന്നത്. ദാറ്റ് ഈസ് യു ഈക്വൽ ടു ഇൻ്റഗ്രൽ എം ഡി എക്സ്, എമ്മിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രൽ സൈൻ എക്സ് കോസ് വൈ ഡി എക്സ് പ്ലസ് കെ ഓഫ് വൈ ഈക്വൽ ടു യു ഈക്വൽ ടു സൈൻ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കോസ് എക്സ് എന്നാണ്, കോസ് വൈ കോൺസ്റ്റൻ്റ് ആണ്, മൈനസ് കോസ് എക്സ് കോസ് വൈ പ്ലസ് കെ ഓഫ് വൈ. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇനി ചെയ്യാൻ പോകുന്നത് കോൺസ്റ്റൻ്റ് ഏതിലാണുള്ളത്? കെ ഓഫ് വൈയിലാണ്. അതുകൊണ്ട് വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റീവ് എടുക്കുന്നു. ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു മൈനസ് കോസ് എക്സ് കോസ് വൈയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ വൈ. അപ്പോൾ എന്താകും? മൈനസ് മൈനസ് മാറി പ്ലസ് ആകും. അപ്പോൾ എന്തുവരും? കോസ് എക്സ് സൈൻ വൈ എന്ന് വരും. കോസ് എക്സ് ഇൻറ്റു മൈനസ് സൈൻ വൈ, മൈനസ് മൈനസ് പ്ലസ് സൈൻ വൈ പ്ലസ് കെ ഡാഷ് വൈ. ഇനി നമ്മൾ എഴുതുന്നു വി ഹാവ്, നമുക്കറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ക്യാപിറ്റൽ എൻ ആണ് ഡോ യു ബൈ ഡോ വൈ എന്നുള്ളത്. ദെയർഫോർ ക്യാപിറ്റൽ എന്നു പകരം കോസ് എക്സ് സൈൻ വൈ ഈക്വൽ ടു നമ്മൾക്ക് എന്തെന്ന് കൊടുക്കാം? നമ്മൾക്ക് മുകളിൽ കിട്ടിയ കോസ് എക്സ് സൈൻ വൈ പ്ലസ് കെ ഡാഷ് വൈ. ശരിയാണല്ലോ. കോസ് എക്സ് സൈൻ വൈ ആണ് എൻ, നമുക്ക് കിട്ടിയത് കോസ് എക്സ് സൈൻ വൈ. അപ്പോൾ ഇത് രണ്ടും ക്യാൻസലായി പോകും. കെ ഡാഷ് വൈ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ കെ ഓഫ് വൈ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് മാത്രമാണ് കിട്ടുക. കാരണം കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് ആണല്ലോ 0. ദെയർഫോർ ഇക്വേഷൻ 1 ബിക്കംസ് എന്തായി മാറും? യു ഈക്വൽ ടു നമ്മുടെ 1 ഇതായിരുന്നു, മൈനസ് കോസ് എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് കോസ് വൈ പ്ലസ് കെ ഓഫ് വൈക്ക് പകരം സി. ഇതാണ് അതിൻ്റെ സൊല്യൂഷൻ. ശ്രദ്ധിച്ചോളാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. സോൾവ് ദ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ദിസ് ഗിവൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ y ഓഫ് 0 ഈക്വൽ ടു 0. അപ്പോൾ സോൾവ് ദ ഇക്വേഷൻ തരുമ്പോൾ ഇതിനകത്ത് എക്സാക്ട് എന്ന് ചോദിച്ചിട്ടില്ല, എക്സാക്ട് ആണെന്ന് തന്നില്ല. അപ്പോൾ സോൾവ് എന്ന് തരുമ്പോൾ നമ്മൾ എല്ലാ മാർഗ്ഗങ്ങളും നോക്കുക. ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ഇത് എക്സാക്റ്റ് ആണോ എന്നാണ്. അതാണ് നമുക്ക് ചെയ്യാൻ എളുപ്പം. അപ്പോൾ നമ്മളിത് എക്സാക്റ്റ് ആണെന്ന് നോക്കുമ്പോൾ നിങ്ങൾ എം എടുത്തെഴുതുമ്പോൾ, ക്യാപിറ്റൽ എം എടുത്തെഴുതുമ്പോൾ e⁻²x അകത്തേക്ക് പോകുമ്പോൾ 2e⁻²x കോസ് വൈ എന്ന് വരും. ഡി എക്സിൻ്റെ കൂടെ ഉള്ളതാണ് ക്യാപിറ്റൽ എം. ഇനി ക്യാപിറ്റൽ എൻ എഴുതുമ്പോൾ നിങ്ങൾ മൈനസ് എടുക്കാൻ മറന്നു പോകരുത്. മൈനസ് e⁻²x സൈൻ വൈ എന്ന് വരും. ശരിയാണല്ലോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡോ എം ബൈ ഡോ വൈ ചെയ്യുന്നു. മൈ എക്സാക്റ്റ് എന്നാണ്, എം വൈ ആണ് മൈ. ദെയർഫോർ 2e⁻²x ഇൻറ്റു കോസ് വൈയുടേത് മൈനസ് സൈൻ വൈ, അപ്പോൾ മൈനസ് സൈൻ വൈ എന്ന് വരും. നൗ ഡോ എൻ ബൈ ഡോ എക്സ് ചെയ്യുന്ന സമയത്ത് മൈനസ് e⁻²x ഇൻറ്റു 2xൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക? 2 ഇൻറ്റു സൈൻ വൈ. ദെയർഫോർ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 2e⁻²x സൈൻ വൈ എന്ന് തന്നെയാണ് അതും കിട്ടുക. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇത് രണ്ടും ഈക്വൽ ആണ്. ദെയർഫോർ ഗിവൺ ODE ഈസ് എക്സാക്ട്. എക്സാക്റ്റ് ആയി കഴിഞ്ഞു. ദെയർഫോർ നമ്മൾ സൊല്യൂഷൻ എഴുതുന്നു യു ഈക്വൽ ടു ഇൻ്റഗ്രൽ എം ഡി എക്സ് പ്ലസ് കെ ഓഫ് വൈ. ദാറ്റ് ഈസ് യു ഈക്വൽ ടു ഇൻ്റഗ്രൽ എമ്മിൻ്റെ സ്ഥാനത്ത് 2e⁻²x കോസ് വൈ ഡി എക്സ് പ്ലസ് കെ ഓഫ് വൈ. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും യു ഈക്വൽ ടു e⁻²xൻ്റെ e⁻²x മാത്രമേ വേരിയബിൾ ഉള്ളൂ. e⁻²xൻ്റെ ഇൻ്റഗ്രേഷൻ e⁻² ബൈ 2. ആ 2 ഈ 2 കൂടെ വെട്ടിപ്പോകുമ്പോൾ നിങ്ങൾക്ക് e⁻²x കോസ് വൈ പ്ലസ് കെ ഓഫ് വൈ എന്ന് വരും. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. ഇതാണ് സൊല്യൂഷൻ. അതിലേക്ക് ഇനി എന്ത് അപ്ലൈ ചെയ്യണം? കെ ഓഫ് വൈ കൂടി കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇനി നമ്മൾ വിത്ത് റെസ്പെക്ട് ടു കോൺസ്റ്റൻറ്റ് വൈയിലാണ് വൈ ഡെറിവേറ്റീവ് എടുക്കുന്നു. ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു e⁻²x ഇൻറ്റു കോസ് വൈയുടേത് മൈനസ് സൈൻ വൈ, മൈനസ് ആദ്യം എഴുതുന്നു. അപ്പോൾ e⁻²x മൈനസ് സൈൻ വൈ മൈനസ് e⁻² സൈൻ വൈ
plus k dash y. Now we have n equal to dou u by dou y. Therefore n ന് പകരം minus e raised to 2x sin y equal to minus e raised to 2x sin y plus k dash y. Minus e raised to 2x sin y രണ്ട് പേരെടുത്ത് പോകും. k dash y equal to 0. Therefore k of y equal to c. സിയുടെ വില കെ ഓഫ് വൈയുടെ വില സി എന്ന് മാത്രമേ കിട്ടൂ. therefore നമ്മൾക്ക് എന്ത് എഴുതാം? അപ്പോൾ നമുക്ക് കെ ഓഫ് വൈയുടെ വില സി എന്ന് കിട്ടി. ഇനി നമ്മൾ കെ ഓഫ് വൈയുടെ വില സി തിരിച്ചു കൊടുക്കുന്നു. തിരിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലത്തിന് നിങ്ങൾ തിരിച്ചു കൊടുക്കുമ്പോൾ യു ഈക്വൽ ടു ഇ റേസ്ഡ് ടു എക്സ് കോസ് വൈ. ഇവിടെ ഇപ്പം നമുക്ക് കെ ഓഫ് വൈക്ക് പ്രത്യേകിച്ച് വിലയൊന്നും കിട്ടിയില്ലെന്നാണ് അർത്ഥം. കെ ഓഫ് വൈ ഈക്വൽ ടു സി എന്നാണ്. അതേസമയം കെ ഓഫ് വൈ ഈക്വൽ ടു നിങ്ങൾക്കൊരു വൈ പ്ലസ് സി എന്നായിരുന്നെങ്കിൽ നിങ്ങൾ ഇവിടെ എഴുതേണ്ടത് ഇ റേസ് ടു എക്സ് കോസ് വൈ പ്ലസ് വൈ ഈക്വൽ ടു സി എന്ന് വേണം എഴുതാൻ. ഈക്വൽ ടു സി. ഇവിടെ കെ ഓഫ് വൈ നിങ്ങൾക്ക് ആൻസർ കിട്ടിയത് വൈ പ്ലസ് സി എന്നായിരുന്നെങ്കിൽ വൈ പ്ലസ് സി എന്ന്. ഇപ്പോൾ കെ ഓഫ് വൈ ഈക്വൽ സി എന്നുള്ളത് സി മാത്രമേ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇ റേസ് ടു എക്സ് കോസ് വൈ ഈക്വൽ ടു സി എന്ന് കൊടുത്താൽ മതി. കാരണം കെ ഓഫ് വൈയുടെ വില സി. ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ചെയ്യുന്നതിന് അങ്ങനെ ചെയ്തേ കഴിയുള്ളൂ. കെ ഓഫ് വൈയുടെ വില എന്താണ്? സി ആയതുകൊണ്ട് കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റിനെ അപ്പുറത്തേക്ക് കൊടുത്ത് എഴുതുന്നു ഇ റേസ് ടു എക്സ് കോസ് വൈ ഈക്വൽ ടു സി. അതേസമയം കെ ഓഫ് വൈ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് വൈ സ്ക്വയർ പ്ലസ് വൈ പ്ലസ് സി എന്നെങ്ങാനുവാണെങ്കിൽ വൈ സ്ക്വയർ പ്ലസ് വൈ ഇടത്തെ സൈഡിൽ എഴുതണം, സി മാത്രം വലത്തെ സൈഡിൽ എഴുതുക. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇനിഷ്യൽ കണ്ടീഷൻ കൊടുക്കാം എക്സ് 0 വൈ 0. therefore e raised to 0 cos 0 equal to c. c equal to 1 എന്ന് കിട്ടും. സിയുടെ വില 1 എന്ന് കിട്ടും. ആ 1 വില എടുത്ത് ഈ ജനറൽ സൊല്യൂഷനിലേക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കിട്ടുക? therefore the general solution is u equal to particular solution is c ക്ക് പകരം വില കൊടുക്കുകയാണല്ലോ e raised to 2x cos y equal to 1. വേണമെങ്കിൽ നിങ്ങൾക്ക് u equal to e raised to 2x cos y minus 1 എന്ന് എഴുതാം. ദിസ് ഈസ് ദ ജനറൽ സൊല്യൂഷൻ. ശ്രദ്ധിച്ചോളൂ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് ദ ഐ വി പി cos y sin hx plus 1 dx minus sin y cos hx dy equal to 0. ഇനിഷ്യൽ കണ്ടീഷൻ y of 1 equal to 2. അപ്പോൾ നമ്മൾ m എടുത്തെഴുതുന്നു cos y sin hx plus 1, n എടുത്തെഴുതുന്നു minus sin y cos hx. Now dou m by dou y കാണുന്നു with respect to y. cos y യുടെ ഡെറിവേറ്റീവ് minus sin y, ഇത് x ലാണ്, കോൺസ്റ്റന്റ് പ്ലസ് 1 into 0. ഡോ എൻ ബൈ ഡോ എക്സ് കാണുന്നു വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നിനെ കാണുമ്പോൾ കോസ് എച്ച് എക്സിൻ്റെ ഡെറിവേറ്റീവ് സൈൻ എച്ച് എക്സ് ആണ്. അതായത് ഹൈപ്പർബോളിക്കിൽ സൈൻ കോസ് ടാനുകളുടെയൊക്കെ ഡെറിവേറ്റീവ് പോസിറ്റീവുകളാണ്. അപ്പോൾ കോസ് എച്ച് എക്സിൻ്റെ സൈൻ എച്ച് എക്സ് ആണ്. അപ്പോൾ നോക്കൂ, ഇത് രണ്ടും ഈക്വൽ ആണ്. ഗിവൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്റ്റ് ആണ്. അങ്ങനെ എക്സാക്റ്റ് ആയി കഴിഞ്ഞാൽ സൊല്യൂഷൻ കാണാം. സൊല്യൂഷൻ ഈസ് u equal to integral m dx plus k dy. therefore m ന് പകരം cos y sin hx plus 1 dx plus k of y. u equal to integral sin hx. sin ന്റെ ഇന്റഗ്രൽ cos hx ആണ്. അപ്പോൾ cos y cos hx plus 1 ന്റെ ഇന്റഗ്രൽ x plus k of y. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ഇനി നമുക്ക് k of y യുടെ വില വേണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് യുവിനെ കോൺസ്റ്റന്റ് y ലാണ്, യുവിനെ വിത്ത് റെസ്പെക്ട് ടു y ഡെറിവേറ്റീവ് എടുക്കും ഡോ യു ബൈ ഡോ y. കോസ് വൈയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ വൈ, കോസ് എച്ച് എക്സ് അങ്ങനെ എഴുതുന്നു, പ്ലസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 0 പ്ലസ് കെ ഡാഷ് വൈ. നമുക്കറിയാം n ആണ് ഡോ യു ബൈ ഡോ വൈ. അപ്പോൾ എന്നിന് പകരം നമ്മൾ ഈ പോർഷൻ മൈനസ് ഇട്ട് കൊടുക്കുമ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു ദിസ് പ്ലസ് കെ ഡാഷ് വൈ എന്ന് വരും. ഇത് രണ്ടും കട്ട് ചെയ്ത് കളയുമ്പോൾ കെ ഡാഷ് വൈ ഈക്വൽ ടു 0. therefore k of y equal to c. അപ്പോൾ k of y c എന്നാണ് കിട്ടിയത്. ഇനി നമുക്ക് സൊല്യൂഷൻ എഴുതാം. സൊല്യൂഷൻ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സൊല്യൂഷൻ എഴുതുക? ദാറ്റ് ഈസ് സൊല്യൂഷൻ ഈക്വൽ ടു u ഈക്വൽ ടു cos y cos h of x cos h x plus x ഈക്വൽ ടു c. കാരണം k of y c മാത്രമേ ഉള്ളൂ, ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം അല്ലേ. ഈക്വൽ ടു c എന്ന് കൊടുക്കുക. അങ്ങനെ ഈക്വൽ ടു സി എന്ന് കൊടുത്താലേ സിയുടെ വില കിട്ടും. അതുകൊണ്ടാണ് ഈക്വൽ ടു സി കൊടുക്കാൻ പറയുന്നത്. ഇനി y എക്സിന് പകരം 1 കൊടുക്കുമ്പോൾ y 2 ആണെന്ന് പറഞ്ഞിരിക്കുന്നു. therefore cos 2 cos h of 1 പ്ലസ് എക്സിന് പകരം 1 ഈക്വൽ ടു സി. cos 2 cos h of 1. ഇത് കാൽക്കുലേറ്ററിൽ നിങ്ങൾ ചെയ്യുക. കാൽക്കുലേറ്ററിൽ നിങ്ങൾ കിട്ടുമ്പോൾ നിങ്ങൾക്ക് സിയുടെ വില കിട്ടും. നോക്കാം. സിയുടെ വില 0.358 എന്നാണ് വരിക കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ. therefore ഇത് ജനറൽ സൊല്യൂഷൻ ആണ്. നിങ്ങൾ സി തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഫൈനൽ പർട്ടിക്കുലർ സൊല്യൂഷൻ ഈസ് cos y cos h x പ്ലസ് 1, സിക്ക് പകരം വേണമെങ്കിൽ പ്ലസ് 0.358 അല്ലെങ്കിൽ -3 അല്ലെങ്കിൽ ഈക്വൽ ടു 0.358 എന്നോ ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം.
അപ്പോൾ ഇതാണ് അതിൻ്റെ എന്ത് പർട്ടിക്കുലർ സൊല്യൂഷൻ. ശ്രദ്ധിച്ചോളുക. ഇങ്ങനെയാണ് ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. എക്സാക്ട് വഴി പരീക്ഷയ്ക്ക് എക്സാക്റ്റ് ആണോ എന്ന് ചോദിക്കില്ല. നമ്മൾക്ക് എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ എന്നാണ് തരുന്നതെങ്കിൽ നമ്മളത് എക്സാക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇനി അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ആക്കുക. ഇക്വേഷൻ ഇപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എന്നാണ് തരുന്നതെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്ത് അതിനെ എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ എന്നുള്ള രീതിയിൽ ഈക്വൽ ടു 0 എന്നുള്ള രീതിയിലാക്കുക. ഈക്വൽ ടു 0 എന്നുള്ള രീതിയിലാക്കിയ ശേഷം എം എന്ന് കണ്ടുപിടിച്ച് എക്സാക്റ്റ് ചെക്ക് ചെയ്യുക. അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ആണെങ്കിൽ അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ ഫൈനൽ സൊല്യൂഷൻ നമ്മൾ പ്ലസ് കിട്ടുന്ന കെ ഓഫ് ബൈ പ്ലസ് സി എന്ന് എഴുതിയാൽ മതി. ശ്രദ്ധിച്ചു.